കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി തിരോധാന കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മാമിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു. കേസിൽ ഇടപെടലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. ക്രൈംബ്രാഞ്ചിൽ നിന്നും അന്വേഷണം മാറ്റേണ്ടതില്ലെന്നും പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസിൽ കാര്യക്ഷമമായ അന്വേഷണം ആവശ്യപ്പെട്ട് മാമിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു. ക്രൈംബ്രാഞ്ചിൽ നിന്നും അന്വേഷണം മാറ്റേണ്ടതില്ലെന്നും പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഇപ്പം തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പം മൂന്ന് വർഷമാവാൻ പോവല്ലേ. അപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ ഒന്നും കൂടി വിപുലീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റേ സാറുണ്ടായിരുന്നു. നമ്മൾ എനിക്കറിയാം മാമിനാന്നാണ് സാർ പറഞ്ഞത്. നമ്മളെ കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും എന്നാണ് സാർ ഉറപ്പ് തന്നത്. ഇതിപ്പോൾ സാർ ഭരണമൊക്കെ ഒന്ന് മാറി വന്നതാണല്ലോ. അപ്പം ഇനി നമുക്ക് നോക്കി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ അപ്പം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ശരിയാവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കേസിൽ ഇടപെടലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മാമിയുടെ കുടുംബത്തിന് ഉറപ്പു നൽകി. 2023 ആഗസ്റ്റ് 21 റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമിയെ കാണാതാകുന്നത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് SITക്ക് കൈമാറി. അന്വേഷണത്തിൽ പുരോഗതിയില്ലാതായതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. എന്നാൽ 3 വർഷത്തിനിപ്പുറവും മാമിക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനും സാധിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്.